വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. മഷ്റൂമിൻ്റെ തന്നെ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചില്ലി മഷ്റൂം ആയിരുന്നു ഉണ്ടാക്കിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു സംഭവമാണ് മഷ്റൂം മസാല. കേർഡാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മൾ മഷ്റൂം മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് മഷ്റൂം മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ മഷ്റൂം മസാലയ്ക്ക്. അപ്പോൾ നമ്മുടെ ഏലക്കയും പട്ടയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ എടുത്തേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അല്ല, ചതച്ചതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എന്ന് ജസ്റ്റ് കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി, ഒന്ന് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി ചതച്ചതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ മസാലയ്ക്ക് അത്രയും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചും കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ വെന്ത് നല്ലൊരു മണം വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മസാലയൊക്കെ നല്ല മിക്സായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ തൈര് മസാലയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ മഷ്റൂം ആഡ് ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ ഒരു 1/4 കപ്പും കുറച്ചും കൂടി തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1/4 കപ്പും കുറച്ചും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ തൈരും മസാലയും കൂടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മഷ്റൂം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ പച്ചമുളക് ഇങ്ങനെ ഇതുപോലെ കീറിയതൊന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് അഡീഷണൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം മഷ്റൂമിൽ തന്നെ ഓൾറെഡി വെള്ളം ഊർന്നിറങ്ങിക്കോളും. അപ്പോൾ അത് നമുക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി യമ്മി മഷ്റൂം മസാലയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം. ഒരുപാട് പേര് എൻ്റെ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി പിക്സൊക്കെ അയക്കാറുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ടേക്ക് കെയർ.